കൈമുക്കിക്കൊള്ളൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് വന്ന സദസ്സിൽ കൊടുക്കുന്നു അതല്ലാതെ വേറൊരു പിരിവ് ആ സദസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഈസാ നബിയുടെ രണ്ടാം വരവ്, ഇമാം മഹ്ദി, ഈ 2 ദിവസവും 2 വിഷയം പരമാവധി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീർക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന്റെ പ്രവർത്തകർ അല്ലാഹു വർഗമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. ഖുർആൻ സ്തുതിച്ച അടിമ. അടിമകൾ 2 വിഭാഗമാണ്. ഒന്ന് അള്ളാഹുവിന്റെ അടിമ, മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. ലോകത്തെ അടിമകൾ 2 വിഭാഗം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് അള്ളാഹുവിന്റെ അടിമ, 2 മനുഷ്യന്റെ അടിമ. ഈ 2 അടിമകൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, മനുഷ്യന്റെ അടിമയായി മാറിയാൽ ആ അടിമയെ കൊണ്ട് ഉടമയ്ക്കാണ് ലാഭമുണ്ടാവുക. പക്ഷേ അള്ളാഹുവിന്റെ അടിമയായി മാറിയാൽ ഉടമയെ കൊണ്ട് അടിമയ്ക്കാണ് നേട്ടമുണ്ടാവുക. വളരെ വ്യത്യാസത്തോടെ നമ്മൾ മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്ന് അടിമകൾ 2 വിഭാഗം. ഒന്ന് അള്ളാഹുവിന്റെ അടിമ, മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. നമ്മൾ വേറൊരു മനുഷ്യന്റെ അടിമയായാൽ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടിമയായാൽ, ഒരു നേതൃത്വത്തിന്റെ അടിമയായാൽ, ആ നേതൃത്വത്തിന് അടിമയെ കൊണ്ട് ഗുണമുണ്ടാകുമെന്നല്ലാതെ അവരെ കൊണ്ട് അടിമകൾക്ക് ഗുണമുണ്ടാകൽ വളരെയേറെ കുറവാണ്. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടിമയായാൽ നേട്ടമാർക്ക് അടിമയ്ക്ക്, ഉടമയ്ക്കല്ല. നമ്മൾ അടിമയായി എന്നതുകൊണ്ട് ഉടമയ്ക്ക് യാതൊരുവിധ നേട്ടവുമില്ല. നമ്മുടെ അടുക്കൽ നിന്ന് അള്ളാഹു ആകുന്ന ഉടമയ്ക്കൊന്നും നേട്ടേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ ആ അടിമത്ത മനോഭാവം കൊണ്ടുള്ള യഥാർത്ഥ നേട്ടമാർക്ക, അത് അടിമത്ത മനോഭാവത്തോടെ പടച്ചറപ്പിന്റെ അടിമയായി ജീവിക്കുന്ന നമുക്ക് നൽകുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും വലിയ ബഹുമതി അള്ളാഹുവിന്റെ അടിമയായി മാറുക എന്നതാണ്. അതിനപ്പുറത്തോളം വലിയ ഒരു ബഹുമതി വേറെയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഫീഡ്ബാക്ക് ചെയ്യണം. ഫീഡ്ബാക്ക് ഇതൊരു വിശാലമായ ഗ്രൗണ്ടാണ്. സൗണ്ട് അത്ര കൊടുത്താലും അറിയില്ല, ഞാനങ്ങ് തുറന്നു പോകും. ഈ ഫീഡ്ബാക്ക് കുറച്ച് സലാം സൗണ്ട്, സലീം വലിയ പേരുള്ള സൗണ്ടാണ്. അള്ളാഹു നരകത്തിൽ കൊടുക്കട്ടെ. ഇനി കൂട്ടി വയ്ക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകൾക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതി, ഏറ്റവും വലിയ ബഹുമതി അല്ലാഹുവിന്റെ അടിമ, അബ്ദ് എന്ന് പറയുന്ന ബഹുമതിയാണ്. റസൂലാണോ, നബിയാണോ, അബ്ദാണോ, അടിമയാണോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി? ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട ബഹുമതി റസൂലാവുക, നബിയാവുക, അടിമയാവുക. ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? അതറിയണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരേ, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലാകണോ, അല്ലാഹുവിന്റെ നബിയാകണോ, അതല്ല അല്ലാഹുവിന്റെ അബ്ദാകണോ, പ്രവാചകനാകണോ, നബിയാകണോ, അല്ലാഹുവിന്റെ അടിമയാകണോ? ഏത് ബഹുമതിയാണ് നബി അങ്ങേക്ക് വേണ്ടത്? അല്ലാഹു ചോദിച്ചു, തിരുദൂതരേ, ഏത് മഹാപദവി വന്നിട്ടാ ഞാൻ അങ്ങേ ബഹുമാനിക്കേണ്ടത്? അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഈ ലോകത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചമായ അല്ലാഹുവിന്റെ റസൂലിനോടാണ് ചോദ്യം വരുന്നത്. നബിയെ, ഏത് ബഹുമതിയാണ് വേണ്ടത്?
അല്ലാഹുവിന്റെ തിരുദൂതരെ റസൂൽ എന്ന ബഹുമതി വേണോ? അതല്ല നബി എന്ന ബഹുമതി വേണോ? അതല്ല ഒരു അബ്ദ് ഒരു അടിമ എന്ന ബഹുമതി വേണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തതല്ല അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പറ്റേ അല്ലാഹുവേ റസൂൽ എന്ന ബഹുമതിയല്ല, നബി എന്ന അടയാളമല്ല. അല്ലാഹുവേ നിന്നിലേക്ക് ചേർത്തിട്ട് നിന്റെ അടിമ എന്ന് പറയാ. അല്ലാഹുവേ നിന്റെ ഒരു യഥാർത്ഥ അടിമയായി അറിയപ്പെടാ, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, നിന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലാഹുവേ നിന്റെ തൃപ്തിക്ക് വേണ്ടി സദാസമയവും ജീവിക്കുന്ന നിന്റെ ഒരു അടിമയായി മാറാൻ ഏറ്റവും വലിയ ബഹുമതിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തതേടാ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം പറയുമ്പോ, മിഅ്റാജിന്റെ യാത്രയുടെ കഥ പറയുമ്പോ അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. തന്റെ പ്രവാചകനെ വാനാരോഹണം ചെയ്യിച്ചവനെന്നല്ല, തന്റെ നബിയെ വാനാരോഹണം ചെയ്യിപ്പിച്ചവനെന്നല്ല. അല്ലാഹു പറഞ്ഞതെന്താ? എന്റെ അടിമയെ, എന്റെ യഥാർത്ഥ അടിമയെ സപ്തവാനങ്ങളും താണ്ടിക്കിടന്ന് ആകാശത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് വാനയാത്ര ചെയ്യിപ്പിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാ. അല്ലാഹുവിന്റെ അടിമ എന്ന പദമാണ് ഏറ്റവും വലിയ പദവി എന്ന് പരിചയപ്പെടുത്തിയത് കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി വല്ലാതെ നന്ദിയുള്ള എന്റെ അടിമയാ, എന്റെ അടിമയാ, എന്റെ അടിമയാ, എന്റെ അടിമയാ. തൊട്ടിലിന്റെ ഉള്ളില് പ്രസവിച്ചു വീടുമ്പോ ആദ്യമായി ലോകത്തിന്റെ പുറംതരിയുടെ മുകളിലോട്ട് കടന്നു വരുമ്പോ നാവ് കൊണ്ട് തുറന്നിട്ട് ആദ്യത്തെ വാക്യം പറയുമ്പോ ആദ്യത്തെ ഭാഷാ പദാവലി പറഞ്ഞ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയതെന്താ? ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനീ നബിയാ. ആദ്യമായിട്ട് തൊട്ടിലോട്ട് പറന്നു വീടുന്നതിന് മുമ്പേ, ചോരയുടെ മണം മാറുന്നതിന് മുമ്പേ ആദ്യമായി സംസാരിച്ച ഈസാ നബി പറഞ്ഞിടണ്ട, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ യേശുവിന്റെ സഹോദരനല്ല, ഞാൻ മറ്റൊരാളുടെ പാപം പേറാൻ വന്നവനല്ല. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഒരടിമയാണ്, ഞാനൊരടിമയാണ്. എല്ലാവരെയും പോലെ ഞാനും ഒരടിമത്ത മനോഭാവമുള്ളവരാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അല്ലാഹു നൽകുന്ന നമ്മുടെ പദവിയിൽ സമ്പത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, സൗന്ദര്യം നൽകട്ടെ, ഏത് കിട്ടിയാലും ഈ ദുനിയാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയേടാ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പ്രവാചകന്മാര് ദുആ ചെയ്തപ്പോ അല്ലാഹുവേ അധികാരം വേണമെന്നല്ല, സമ്പത്ത് വേണമെന്നല്ല, സൗന്ദര്യം വേണമെന്നല്ല, അല്ലാഹുവേ വഅദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ അപാരമായ നിന്റെ കാരുണ്യത്തിന്റെ ഉള്ളിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട് ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ ഒരു സാലിഹായ അടിമയായി, നിന്റെ ഒരു യഥാർത്ഥ അടിമയായി, നിന്റെ മുമ്പിൽ തലകുനിക്കുന്ന അടിമയായി, നിന്നോട് യാചിക്കുന്ന, നിന്റെ മുമ്പിൽ കണ്ണുനീരിട്ട് വീഴുന്ന, നിന്റെ മുമ്പിൽ സമസ്തവും സമർപ്പിക്കുന്ന ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, അതുകൊണ്ടല്ലേ ഖാദിയാദ് റളിയല്ലാഹു തആല പാടിപ്പോയത് അല്ലാഹുവേ വമിമ്മാ സാദനി ശറഫൻ വതീഹാ വസിത്തു ബിഖമസയ്യത തുറയ്യാ ദഖൂലി തഹത ഖൗലിക യാ ഇബാദി وأن سيرت أحمد لي نبيا. അല്ലാഹുവേ ആകാശമണ്ഡലത്തിൽ തത്തിക്കളിക്കുന്ന പുഞ്ചിരി പൊടിക്കുന്ന കാർത്തിക നക്ഷത്രത്തെ എന്റെ കൈവെള്ളയിൽ എടുത്തു തരാമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞ, ആകാശത്തിന് മിന്നിത്തിളങ്ങുന്ന തുറയ്യാ നക്ഷത്രം എന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ അല്ലാഹുവേ എനിക്ക് ഇഷ്ടമേടെന്നറിയോ? അദ്ഖൂലി തഹത ഖൗലിക യാ ഇബാദി, യാ
എന്റെ അടിമകളെ എന്റെ അടിമകളെ എന്റെ അടിമകളെ എന്ന് പടച്ചറപ്പേ നീ വിളിക്കുമ്പോ നിന്റെ ഒരടിമയായിട്ട് നിന്റെ വിളിക്കുള്ളിൽ ചേരാൻ നാളെ മഹിസറയിലെത്തുമ്പോ യാ ഇബാദി എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോ ഓ സമയത്ത് അല്ലാഹുവേ മഹിസറയിൽ നിന്റെ ആലസ്യന്റെ തണല് കിട്ടുന്ന അടിമയാകാതെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട അടിമകളെ സ്വർഗത്തിലേക്ക് പൊക്കോ എന്ന് പറയുമ്പോ ആ സമയത്ത് നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞ അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യൻ ഞാൻ നിങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ട ഒരു പദവിയാണ് അള്ളാഹുവിന്റെ അടിമയായി മാറുക. അള്ളാഹുവിന്റെ അടിമയായി മാറുക. അള്ളാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എന്താ മനുഷ്യന്മാരെ ആമേൻ പറയാത്ത അടിമയാവാൻ ഇത്ര പാടാ? അള്ളാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എപ്പോഴും ഉടമയാവാനല്ല, നമുക്കൊരു വലിയ ആഗ്രഹം എപ്പോഴും ഉടമയാവാനാ. ഒരു നല്ല വീതിയുള്ള കരയുള്ള ഒരു പശമുഖ്യ മുണ്ടൊക്കെ ഇട്ട് ഞാൻ എന്നെ തന്നെ പറയണത്, വേറെ ആരെ പറയുന്നത്? വേറെ ആരെങ്കിലും പറയുമ്പോഴല്ലോ കുഴപ്പമില്ല, എന്നെ പറയാൻ കുഴപ്പമില്ലല്ലോ. നമുക്കെപ്പോഴും ഇഷ്ടം എന്താ? നല്ല വീതിയുള്ള കരയുള്ള പശയുള്ള മുണ്ടൊക്കെ മുക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല പശയെ കൊണ്ടിച്ചിട്ട് കതറ് കോട്ടനൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ കടന്നു പോകുന്ന വഴിയിൽ വരുമ്പോൾ തന്നെ അത്തറിന്റെ മണമടിക്കുന്നു, ഗുഡ് മോർണിംഗ് സാർ. അങ്ങനെ വിളിച്ച് ഒരു ഉടമയാകാൻ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഏതൊരാളെ കണ്ടാലും പറയും എന്താ ജോലി? ഒരു കമ്പനി നടത്താൻ 10-15 ജോലിക്കാരുണ്ട്. 10-15 ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആ 15 പേരുടെ ഉടമയാണെന്നാണ്. ഉടമയാകാൻ ആഗ്രഹിക്കാം, പക്ഷെ അടിമയാകാൻ ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ അടിമയാകാൻ. അങ്ങനെ അള്ളാഹു ഒരു അടിമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. എന്താ ആമീനില്ലാത്തത്? കണ്ടന്തരക്കാരെ ആമീനില്ലാത്തത് എന്താ? കേരളത്തിൽ ഒരു വലിയ പെരുന്നാൾ 200 പോത്ത് നടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് കണ്ടന്തറയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, നീ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്ടന്തര കേരളത്തിൽ 200-ലധികം പോത്തുകൾ ഇറക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇത് കണ്ടന്തറയാണ്. അള്ളാഹു ആ ഒരു മനസ്ഥിതി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതുകൊണ്ടും വിഭവശേഷി കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും അള്ളാഹു നന്നായിട്ട് അനുഗ്രഹിച്ച ഒരു മഹല്ലാണ് ഈ മഹല്ല്. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ മഹല്ലിലെ ജനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എത്തിയ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകി അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം കയ്യിൽ കിട്ടുമ്പോ ദുനിയാവുണ്ടാവും, സമ്പത്തുണ്ടാവും. പക്ഷെ ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ. ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തന്നെ പഠിപ്പിച്ചതെന്താ? ഖുൽ, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പറയണം اللهم مالك الملك تؤتي الملك من تشاء. എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ തമ്പുരാനെ, അധികാരം നീ ആഗ്രഹിക്കുന്ന കയ്യിൽ വെച്ചു കൊടുക്കുന്നവനാണ്. ആഗ്രഹിക്കുന്നവരെ കയ്യിൽ നിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നീ അത് ഊരിയെടുക്കുന്നവനാ റബ്ബേ. അല്ലാഹുവേ, അധികാരം നിലനിൽക്കുന്നതല്ല. സഹോദരങ്ങൾ, അമേരിക്കയുടെ പാവ സർക്കാരായി മാറി അഫ്ഗാനിലെ പാവപ്പെട്ട നിരപരാധികളുടെ കരുത്തറച്ചിട്ട് ചെങ്കോര കൊണ്ട് അഫ്ഗാനികളുടെ പാവപ്പെട്ട ഇസ്ലാമിസ്റ്റുകളുടെ ചെഞ്ചോര കണ്ട് കയ്യിൽ മുക്കിയിട്ട് ഇൻകിലാബ് വിളിച്ച ഏകാധിപതിയായ നജീബുള്ള അവസാനം കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കുത്തിയാട്ടപ്പെട്ടെങ്കിൽ നജീബുള്ള എന്ന ഭരണാധികാരി കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഭരണാധികാരി നാളത്തെ ഏറ്റവും വലിയ യാചകനായി മാറുന്ന 48 വർഷക്കാലം ഈജിപ്തിനെ അടക്കി ഭരിച്ചിട്ട് ഒരു ജൂത പെണ്ണിന്റെ ചൂടും അനുഭവിച്ച ഹുസ്നി മുബാറക് അവസാന സ്ഥാനപട്ടനാക്കപ്പെട്ടെങ്കിൽ അല്ലാഹു പറയുകയാണ് മനുഷ്യ അല്ല തന്ന സമ്പത്ത് വേണ്ടതുപോലെ വിനിയോഗിക്കില്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സമയം നിന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്തിട്ട് അത് വേറെടുത്തിന്റെ കയ്യിൽ കൊടുക്കാൻ ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബിന് യാതൊരുവിധ പ്രയാസം
വ്യത്യാസമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതുമ്പവാൻ. 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റ് നടത്തുന്നതുമ്പവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതുമ്പവാൻ. അള്ളാഹു എന്ന സമ്പത്ത് നിലനിൽക്കില്ല. ഇന്നൊരാളുടെ കയ്യിൽ നാളെ ഇന്നത്തെ മുതലാളി നാളത്തെ തൊഴിലാളി. ഇത് ഭൂമിയുടെ നിയമമാണ്. അള്ളാഹു ആരുടെ കയ്യിലും അത് കൃത്യമായി നിയന്ത്രിതമായിട്ടല്ലാതെ അള്ളാഹു കൊടുത്തിട്ടില്ല. ആഗ്രഹിക്കുമ്പോൾ അള്ള തീരുമാനിക്കുമ്പോൾ യശസ് ഉണ്ടാകും, അള്ള തീരുമാനിക്കുമ്പോൾ അത് മുഴുവനും ഇല്ലാതാകും. സർവ്വ നന്മകളുടെയും താക്കോൽ അള്ളാഹുടെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഒരു പദവി അത് ലോകത്തൊരിക്കലും അവസാനിക്കില്ല. ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ടല്ലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ആ സമയത്താണ് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത്. നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യം? മലിക്കൻ റസൂല, രാജാവായ റസൂലാകണോ? അതല്ല അബ്ദൻ നബിയ, അതല്ല പ്രവാചകനായ അടിമയാകണോ? രാജാവായ പ്രവാചകനാകണോ? അതല്ല അടിമയായ പ്രവാചകനാകണോ? ഏത് തെരഞ്ഞെടുത്തോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരെ നോക്കി ജിബ്രീൽ ആംഗ്യം കാണിച്ചു. നബിയെ, തവാദുവിനെ തെരഞ്ഞെടുത്ത നബിയെ, വിനയത്തെ തെരഞ്ഞെടുത്ത നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ മബ്ദനെ നബിയാ, വിനീതനായ ഒരു പാവപ്പെട്ട ദാസനായി അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. എന്നിട്ട് വെറുതെ ഇരുന്നു. പാതിരാവിന്റെ നിശബ്ദതയിൽ സ്വന്തം ഭാര്യയുടെ ചൂടും ചൂരും അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോ, ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോ ആ കിടപ്പുറയിൽ നിന്ന് പള്ളിക്കുള്ളിലേക്ക് വന്നിട്ട് കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിക്കുമ്പോ കിന്നയായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചറപ്പിന്റെ മുമ്പിൽ തലകുരിച്ചിട്ട് വിഷമിക്കുന്നത് കാണുമ്പോ, എന്തേ ഭർത്താവേ, എന്തേ തിരുദൂതരെ, അള്ളാഹു സർവ്വപാപങ്ങളും പുറത്തു തന്നതല്ലേ, പിന്നെന്തേ ഇങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള ദാസനായി തീരണ്ടേ ആയിഷ? ഏത് സമയത്താണ് ഈ സംഭവം നടക്കുന്നത്? ചിന്തിക്കും മനുഷ്യന്മാരെ, നന്നായിട്ടൊന്ന് ചിന്തിക്ക്. ഏത് സമയത്താ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യയോട് വിട പറഞ്ഞ് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിക്കുള്ളിൽ വന്നിട്ട് കാലിൽ നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചടപ്പെടാ. ഹിജ്റ പോയപ്പോഴല്ല, മക്കമ്പത്തകിന്റെ കാലഘട്ടത്തിലല്ല, മക്ക തന്റെ കാൽച്ചുവട്ടിൽ വന്നതല്ല. എപ്പോഴെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് എടുക്കുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ട സമയമാകുമ്പോ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അല്ലാഹുവിനോട് അടിമയാകണമെന്ന് ആവശ്യപ്പെട്ട് അടിമയായിട്ട് മനോഭാവമില്ലാതെ യഥാർത്ഥ അടിമയാകാതെ എങ്ങനെയാ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കുക എന്നോർത്തിട്ട് രാത്രി ഉറക്കമില്ലാതെ കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചു പോയി. മൗലായ സല്ലി വസൽ പാടി നമ്മൾ സുന്നികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറൽ ഖൽഖി കുല്ലിഹിം وأثبت الوجود طيبرة ولنا مثل البحار يرى خديك والنبي
കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാ. എങ്ങനെയാ എന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീരൊഴുകിയിടുന്നറിയോ? കടലിലെ തിരമാല പോലെ എന്റെ കവിളിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുക. എപ്പോഴെന്നറിയോ സിറാത്തിനെ ഓർമ്മ വന്നപ്പോ, ഓർമ്മ വന്നപ്പോ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓർമ്മ വന്നപ്പോ, കബറിൽ കിടക്കേണ്ട അവസ്ഥ ഓർമ്മ വന്നപ്പോ, നാളത്തെ ജീവിതത്തിന്റെ ആകസ്മികത ഓർമ്മ വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സമയത്തെഴുന്നേറ്റ് നിന്നിട്ട് എന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീരിന്റെ ചാലിട്ടൊരുകി. نعم سرى طيف من أهوى فأركني والحب يعترض اللذات بالعالمين مولاي سل وسلم കണ്ണുനീരൊഴുക്കി അള്ളാന്റെ റസൂല് കാല് നീര് വെക്കുന്നത് വരെ റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ചു. നമ്മൾ പറയാറുണ്ട് എപ്പോഴാ ആ സന്ദർഭമേടാ? അള്ളാന്റെ റസൂൽ ഇവിടെ പറയാൻ സമയമായി. അള്ളാഹുവേ, നീ എന്നോട് അടിമയാകണമെന്ന് ചോദിച്ചപ്പോ അടിമയാകണമെന്ന് പറഞ്ഞവനാണ് ഞാൻ. അള്ളാഹുവേ, എനിക്ക് നാളെ ഒരു അടിമയായി, അടിമകൾക്കാണ് നാളെ ഉടമയുടെ സമ്മാനം കിട്ടുക. അള്ളാഹു സമ്മാനം വാങ്ങിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രണ്ട് അടിമകളുടെ കഥ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ സ്തുതിച്ച അടിമ എന്ത് അടിമയാകണം? അള്ളാഹു സുബ്ഹാനഹു വ തആല 3 അടിമകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാനൊരു അടിമയെന്ന് പരിചയപ്പെടും. ഖുർആൻ പറഞ്ഞ അടിമയാണ്. ഒരു ആയത്തിറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ്. സൂറത്തുൻ നഹൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തരട്ടെ. ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير ومن يأمر بالعدل وهو على صراط مستقيم. അല്ലാഹു പറയുകയാണ്, ഒരടിമയെ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. പടച്ചറപ്പിന്റെ ഖുർആനാണ്, സൂറത്തുൻ നഹ്ലാണ്. അല്ലാഹു പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ചെറുപ്പക്കാരാ, ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. അവൻ ആരെന്നറിയോ? അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി. ഉടമയ്ക്ക് ഭാരമായ അടിമ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അല്ലാഹു പറയുകയാണ്, അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ്. പക്ഷേ അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി. അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള കാരണം എന്താ? അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല. എവിടേക്ക് തിരിഞ്ഞാലും, ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല. അവൻ കുടുംബത്തിനും ഭാരമാ, അവൻ നാടിനും ഭാരമാ, അവൻ വീടിനും ഭാരമാ, അവൻ സമൂഹത്തിന് ശാപമാ. അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു അടിമയാകല്ലേ, ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ. ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക? ആ സമയത്തല്ലേ ദുബൈയിൽ ധാരാളം ഡോളറുകളും ദിർഹമുകളും വാങ്ങിച്ചവരില്ലേ? ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ, ഒരു സാമ്പത്തിക മാന്ദ്യത വന്നപ്പോ, കുറെ തൊഴിലാളികൾ കമ്പനികൾക്ക് ഭാരമായപ്പോ ആ സമയത്ത് കമ്പനി പിരിച്ചുവിട്ടില്ലേ? ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ്, നിങ്ങളെ തീറ്റിപ്പെട്ടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, കൊടുത്തിട്ട് പിരിച്ചുവിട്ടില്ലേ? അല്ലാഹു പറയുകയാണ്, ഈ അടിമകൾ എനിക്ക് ഭാരമായി
ഭാരമായി മാറിയ, പടച്ചറപ്പിന് നമ്മുടെ ഭാരമായി മാറിയ, പങ്ക് വിളിച്ചാൽ നിസ്കരിക്കുകയില്ല, റമദാനിൽ നോമ്പ് പിടിക്കുകയില്ല, സാമ്പത്തികം കിട്ടിയാൽ സദഖ ചെയ്യുകയില്ല, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പടച്ചറപ്പ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ആരെങ്കിലും ഉടമയ്ക്ക് ഭാരമാകുന്ന അടിമയായി മാറിയാൽ അവനെ പിന്നീട് ഉടമ ചെയ്യുന്നിടണ്ട, അവനെ അല്ലാഹു ഡിസ്മിസ് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉടമയ്ക്ക് ഭാരമായ അടിമകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദില്ലതി ലം യഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فكثروا فيها الفساد. സമൂഹ ഗോത്രത്തെ കണ്ടോ, അവനും എന്റെ അടിമയാ. ആദ് ഗോത്രത്തെ കണ്ടോ, അവനും എന്റെ അടിമയാ. ഫറോവയെ കണ്ടോ, അവനും എന്റെ അടിമയാ. പക്ഷേ ഈ ഭൂമിയിലെ ഒരു കുഴമ്പത്തിന്, ഇവിടത്തെ കുഴപ്പത്തിന് അവരുടെ പണം വിനിയോഗിച്ചപ്പോ അള്ള കൊടുത്ത പണമല്ലേ അത് ചെമ്മണ്ണൂരിനാണെങ്കിലും ആലുക്കാണെങ്കിലും ലുലുവിനാണെങ്കിലും പണം കൊടുക്കുന്നതാരാ, പണം കൊടുക്കുന്നതാരാ? വലില്ലാഹി ആകാശഭൂമികളുടെ ഖജനാവില്ല താക്കോല് പടച്ചറപ്പിന്റെ കയ്യിലാ. ആർക്കാണോ പണം കൊടുത്തത് ഓ പണം അവൻ ഫസാദിന് വേണ്ടി വിനിയോഗിച്ച, സ്വർണത്തിന്റെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കണ്ണൂരില് ഫുട്ബോളിന്റെ ദൈവം ദീഗോ മറഡോണ 24 മിനിറ്റ് സ്റ്റേജിൽ നിന്നപ്പോ 6 കോടി രൂപയാ ചെലവാക്കപ്പെട്ടതെങ്കിൽ ദീഗോ മറഡോണ എന്ന ഫുട്ബോളിന്റെ ദൈവം അവൻ ആകാശത്തിന്റെ ദൈവമല്ല, ഭൂമിയുടെ ദൈവമല്ല. ഫുട്ബോളിന്റെ ദൈവം 24 മിനിറ്റ് നിന്നപ്പോ 6 കോടി രൂപയാ ചെലവഴിക്കപ്പെട്ടതെങ്കിൽ അള്ള പറയുന്നു എന്തേ സമൂദിനെ നിങ്ങളെ കണ്ടില്ല? കല്ലുനല മൗല, ഉടമയ്ക്ക് ഭാരമായി മാറും. ഉടമയ്ക്ക് ഭാരമായി മാറിയാൽ എന്താ മനുഷ്യന്മാരെ പേടിച്ചു പോയാ? എന്താ പേടിക്കണമല്ലോ. ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും? സൗദി അറേബ്യക്ക് ഭാരമായി അവരാരായി? ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങളൊന്ന് ആലോചിക്കുക, എന്താ പണം? ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ല. ഒരു നിമിഷം കൊണ്ട് നിത്താഖത്ത് എന്ന് പറയുന്ന 4 അക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മേൽ മറ്റൊരു തിരിച്ചടിയായില്ലേ? എന്താ ഇവിടെ ഉള്ളത്? കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇവിടെ, പണിത് വെച്ച സ്വപ്നങ്ങൾ ഇവിടെ, എല്ലാം തകർന്ന തരിപ്പണമായി. അവസാനം പിന്നീട് വീടുകളിൽ കൂട്ട നിലവിളിയായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വാതിന് വരുന്നത് ഇപ്പോഴാ. 3 മാസം പെണ്ണുങ്ങൾ വാതിന് വന്നായിട്ട് വരും. കാരണം മാപ്പിളമാട് മുഴുവനും ഗൾഫിലാ, സൗദിയിലാ. മുഴുവൻ വരുന്ന പേപ്പർ ഉസ്താദെ ദുആ ചെയ്യണം. എന്തിന് 3 മാസത്തേക്ക് അബ്ദുള്ള രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ. കാരണം ഇനി വാതിന്റെ സദസ്സിലെ ദുആ കൊണ്ടല്ലാതെ ചെയ്തെന്ന് നന്നായിട്ടറിയാം. നിസീര് പോയി, അപ്പോളയിൽ പോയി, ഇനി മുയിലിയാരുടെ ഊത്തല്ലാതെ പറ്റൂലെന്ന് എന്ത് ചെയ്യാം? അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ പറ്റൂ. കാരണം മിക്ക ഖത്തീബന്മാരുടെ റൂം ഖബർസ്ഥാന് നേരെ എതിരെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു ചോദിക്കുന്നു, സമൂദിനെ നിങ്ങൾക്കറിയില്ലേ? ആരാ സമൂദ് ഗോത്രം? ഇനി 2 അടിമകളെ കൂടെ അള്ള പറയുന്നുണ്ട്. വിഷയം അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകും. അവസാനിപ്പിച്ചിട്ട് ഇതൊരായത്ത്. ഉടമയ്ക്ക് ഭാരമായി. ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ്, സമൂദ്, ഇറം, ഫിർഔൻ, ഹാമാൻ, കാറൂൻ, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്. وثمود الذين جابوا الصخر بالواد. സമൂദിനെ നിനക്കറിയില്ലേ? അവര് പാറക്കെട്ടുകൾ കൈവിരലുകൾ കൊണ്ടാണ് തുരന്നിട്ട് വീടുണ്ടാക്കിയത്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേൾക്കണ ചരിത്രമാ. സമൂദ് ഗോത്രമാരാ. അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ അകത്ത് JCBയുടെ പല്ലിലെ JCBന്റെ പല്ല്, JCB ഞാൻ പറഞ്ഞ എന്തോ JCB
എനിക്ക് JCB പോണ കാണുമ്പോ എനിക്ക് തോന്നുന്നു വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈയുണ്ടല്ലേ അത് ഈ JCB റോഡിൽ കൂടെ പോണ കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ ഏതോ ഒരു തക്കവയുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു. കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനും പിടിച്ചോണ്ടാ പോണാലോ. ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ പൊന്തിട്ട് എപ്പോഴും ഒരു ആമീൻ പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക പോകുക. എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും. ഇല്ലേ? ദുബൈയില് ബുർജുൽ അറബ് ടവർ ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശിന്റെ അടയാളമുണ്ട്. അത് പണിത എഞ്ചിനീയർ അമേരിക്കൻ ക്രിസ്ത്യാനിയാണ്. ആ ബുർജുൽ അറബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദുബൈ പിന്നീട് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത്. സൗദി അറേബ്യ ആ നമ്പർ പ്ലേറ്റും വെച്ചുകൊണ്ട് സൗദി അറേബ്യ വണ്ടി കയറ്റില്ല, കാരണം കുരിശിന്റെ അടയാളം. അയാൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വെച്ച് അതുകൊണ്ടല്ലേ KSRTC ബസ് സ്റ്റാൻഡിൽ ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോ കാണും. അത് ഓടിക്കുന്ന ഡ്രൈവർ ആരാ കണ്ടക്ടർ ആരാന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. പക്ഷെ നമ്മളാരും ഇതിനകത്തോടെ മദീനയും മക്കയും വെക്കാറില്ല. നമ്മളെപ്പോഴും മതേതരത്ത് അങ്ങനെ തന്നെ കാത്തു. നിങ്ങൾ ഏതെങ്കിലും KSRTC ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കയുടെ മദീനയുടെ അള്ളാഹ് നോക്കണേ. നമ്മുടെ ബോധമുള്ളവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരെ മിക്ക KSRTC ബസ് സ്റ്റാൻഡിലും കാണാൻ എത്ര ദൈവങ്ങളുണ്ടാവും. നമ്മൾ ആരുടെയും വിശ്വാസത്തെ മുറിപ്പെടുത്താനുള്ളവരല്ല. നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റൊരാളുടെ വിശ്വാസത്തേക്ക് നമ്മൾ കടക്കാറുമില്ല. അതാണ് മുസ്ലിമിന്റെ പൊതുധാര. അള്ളാഹു നിലനിർത്തി തരട്ടെ. സമൂത് ഗോത്രം ഞാൻ പറഞ്ഞു. സമൂത് ഗോത്രം കൈ വിരലുകൾ കൊണ്ട് പാറ തുരന്നിട്ട് അതിന്റെ അകത്ത് വീടുണ്ടാക്കി. എന്തിനാ? അപ്പൊ വീടിന്റെ മുകളിൽ ഭരണ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? ചുമ്മാ പറഞ്ഞു ഇതിപ്പോ പണ്ട് പോലെ നമ്മൾ പഠിക്കണ സമൂതാര അവര് വിരല് മെഴുക് പോലെയാ പാറ തുരന്നു അതിന്റെ അകത്ത് വീട് വെച്ചു. അതിന്റെ മുകളില് വീടിന്റെ മുകളില് എന്തിട്ട് മനുഷ്യന്മാരാ പടച്ചവന്മാര്. വീടിന്റെ മുകളില് പാറ, വലിയ പാറ. അതെന്തിനാ അങ്ങനെ അവര് വീട് വെച്ചെന്തിനാ? ഇതവനെ ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. പടച്ചോനെ എന്താ അങ്ങനെ വെക്കാൻ കാരണം? ചുമ്മാ പാറ തുറക്കുവോ? ഇല്ലല്ലോ. അപ്പൊ എന്തിനാ തുറന്നേ? അവർക്കറിയാം അവരുടെ മുൻഗാമികളായ സമൂഹം ആദുഗോത്രമാ. സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രമല്ലേ ആദുഗോത്രം. ആദുഗോത്രത്തിനോട് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആദേ ഉടമയ്ക്ക് ഭാരമാകരുത്, അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കരുത്, താന്തോന്നികളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. ആ സമയത്ത് ആദുഗോത്രം അതിനെ തള്ളിക്കളഞ്ഞപ്പോ അല്ലാഹു ആദുഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാ? സഖറഹാലൈഹിം സബഅലയാലിന വതമാനിയത അയ്യാം. 7 രാത്രിയും 7 രാത്രിയും 8 പകല് നീണ്ടു നിന്ന പേമാരി തിമിർത്ത് പെയ്തു. ആകാശത്തൊരു മഴ പെയ്തപ്പോ 7 രാത്രിയും 8 പകല് നീണ്ടു നിന്ന മഴ പെയ്തപ്പോ ആ മഴയിൽ വീടുകൾ തകർന്നടിഞ്ഞിട്ട് ആദുഗോത്രക്കാരെ നശിച്ചു പോയില്ലയോ? ചത്തുമരച്ചു പോയില്ലയോ? അവർക്ക് ശേഷമാണ് സമൂത് വരിക. തങ്ങളുടെ പിതാമഹന്മാരും മഴ പെയ്തപ്പോ അല്ലാഹു മഴ പെയ്യിപ്പിച്ചപ്പോ അവരുടെ വീടുകൾ തകർന്ന് മരിച്ചെന്നറിഞ്ഞപ്പോ സാലിഹ് നബി സമൂദിനോട് പറഞ്ഞ, സമൂദ് അല്ലാഹുവിനെ തിരസ്കരിക്കരുത്, പടച്ചറപ്പിനെ വലിച്ചെറിയരുത്, അല്ലാഹു നിങ്ങളെ ആദിനെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ, എടാ സാലിഹേ, നിന്റെ അല്ല ഞങ്ങളെ നശിപ്പിക്കില്ലടാ. പാറ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ വീട് വെച്ചിട്ട് ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്ത, ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്ത ഞങ്ങളുടെ വീടുകളിൽ തകരില്ല സാലിഹേ, പാറയുടെ ഉള്ളിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പിനെതിരെ തിരിഞ്ഞ സമൂദ്. എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കുന്നില്ല? നമ്മുടെ കുറെ മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. ജപ്പാനിന് സുനാമി ആഞ്ഞടിച്ചപ്പോ ഇപ്പം വെക്കുന്ന വീടുകൾ ഭൂകമ്പത്തെ തടയാൻ കഴിയുന്ന വീടുകളാണത്രേ. ഏത് ഭൂകമ്പമാ? ഭൂകമ്പത്തെ തടയുന്ന വീടുകൾക്ക് ബോംബെ മുനിസിപ്പാലിറ്റി
മുനിസിപ്പാലിറ്റി ഇപ്പോൾ അനുവാദം കൊടുക്കുകയുള്ളൂ. അള്ള പിടിച്ചിട്ട് ഭൂമി കുലുക്കിയാൽ തകരാൻ പാടില്ല. സമൂത് ചെയ്ത അതേ മനോഭാവമല്ലയോ സമൂത് വീണ്ടും പുനരാവിഷ്കരിക്കുകയല്ലയോ? ഖുർആൻ പറഞ്ഞ കഥാപാത്രം അവസാനിക്കുകയല്ലല്ലോ. ആ സാലിഹ് നബിയോട് പറഞ്ഞ സാലിഹേ, അള്ളാന്റെ ശിക്ഷ വരാൻ പോവുകയാ. വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നിട്ട് പാറക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞ സാലിഹേ, കഴിയുമെങ്കിൽ നിന്റെ അള്ളയോട് ഞങ്ങളെ നശിപ്പിക്കാൻ പറയടാ. സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, പേമാരി പെയ്തില്ല, കാർമേഘം വന്നില്ല, ആകാശം പിളർന്നില്ല, ഭൂമി കുലുങ്ങിയില്ല, ആകാശത്തിരിനാദം മുടങ്ങി. വീടിന്റെ ഉള്ളിൽ പാറക്കെട്ടിന്റെ ഉള്ളിലെ വീടുകള് അള്ളാനെ ഭയക്കാതിരുന്ന സമൂത് ഗോത്രം അവര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിടഞ്ഞ് വീണുപോയി. ആകാശത്തെ ഇടിനാദത്തിന്റെ ശബ്ദം സഹിക്കാൻ കഴിയാതെ 120 ഹെർട്സിന് മുകളിലോട്ടുള്ള ആവൃത്തിയുള്ള ശബ്ദ തരംഗം അതൊരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല. ആകാശത്തിന് വെള്ളിടി മുടങ്ങിയപ്പോ കൊന്നത്തടിയുടെ വലിപ്പമുള്ള സമൂത് ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുന്ന സ്ഥലത്തിരുന്നിട്ട് ചത്തുപോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മോനെ മരിക്കില്ലെന്ന് പറഞ്ഞ ഫറോവയും മരിച്ചില്ലേ, പോട്ട് മരിച്ചില്ലേ? ബോംബെയിലെ പാവപ്പെട്ട നിരപരാധികളുടെ റൂഹിനെ പിടിച്ചെടുക്കാൻ പറഞ്ഞ ബാൾട്ടാക്കറിയുടെ റൂഹ് പിടിക്കാനും അസ്രായീൽ വന്നില്ലയോ? ഇവന്റെ റൂഹ് പിടിക്കാൻ ചൂണ്ടിക്കാണിച്ചവന്റെ റൂഹ് പിടിക്കാൻ അള്ള വന്നപ്പോ അവൻ അല്ലാഹുവിന് ഉടമയ്ക്ക് വേണ്ടാത്തവനായി മാറി. അവൻ എവിടോട്ട് തിരിഞ്ഞാലും നന്മ ചെയ്യില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നെ മഴ പെയ്തില്ല, പിന്നെ ഇടിവെട്ടിയതേ ഉള്ളൂ, ചത്തു, തീർന്നു. ഇനി അതിന്റെ അപ്പുറത്തേക്ക് കഥയില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം അള്ളാന്റെ അടിമകളെ കുറിച്ച്. ഇനി അടുത്ത ആയത്ത് അള്ളാഹു ഉടമയ്ക്ക് ഭാരമായ അടിമയാക്കാതിരിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഒന്ന് ചിന്തിച്ചു നോക്ക്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ സാധാരണ വാപ്പ പോലും പറയൂലേ, ഇനി നിനക്ക് ഈ തീറ്റയിൽ നിന്ന് തീറ്റിപ്പറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല, ഇറങ്ങിപ്പോയി ജോലി ചെയ്യാൻ വാപ്പ തന്നെ പറയൂലേ. പിന്നെ അല്ല വായു തരുന്ന അല്ല, ഭക്ഷണം നൽകുന്ന അല്ല, ആരോഗ്യം തന്ന അല്ല, ഭാര്യയെ തന്ന അല്ല, മക്കളെ തന്ന അല്ല, ഇതെല്ലാം തന്നിട്ടും തമ്മാടി പിന്നെ നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇനി എനിക്ക് നിന്നെ വേണ്ടടാന്നല്ല തീരുമാനിച്ചാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ താഴെ കിടന്നിട്ടും മണ്ണി കിടന്ന് പെടയാനല്ലാതെ പിന്നെ പടച്ചറപ്പിന്റെ മുമ്പിലൂടെ നടക്കാൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ. ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളോട് സഹോദരിമാരോട് കൽബിൽ തൊട്ട് പറയുകയാ, നമ്മുടെ ജീവിതം വെച്ചിട്ട് അല്ലാഹുവേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പടച്ചറബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ഒരു തിരിച്ചുനോട്ടം ഉണ്ടാകട്ടെ. ഞാനൊരു ഭാരമാവുന്നു, ഞാൻ അല്ലാഹുവിന് ഭാരമായി മാറുന്നു. മദ്യപാനത്തിന്റെ, ചരസിന്റെ, ഗഞ്ചാവിന്റെ, പീഡനത്തിന്റെ, സർവ്വതിന്റെയും പണ്ടൊക്കെ ഉമ്മമാര് പറയുമായിരുന്നു കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നഴ്സറി വിടാൻ പേടിയാ. ഇപ്പൊ ഉമ്മമാര് മാറ്റി കുട്ടികളെ കോളേജിൽ വിടാൻ പേടിയാന്ന് പറയുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമല്ലേ. ഇന്ന് ഉമ്മമാര് മാറ്റി ഇന്ന് കുട്ടികളെ നഴ്സറി വിടാൻ പേടിയാ. എന്തൊക്കെ വിവാദങ്ങൾ. മനുഷ്യൻ നന്നാകുന്നു എന്ന് മാത്രമേ ഇതിന്റെ പ്രത്യേകതയുള്ളൂ, വേറൊന്നുമില്ല. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ല എന്ന് രജീന്ദർ കുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞു. എന്താ അയാളെ കൊല്ലാൻ വേണ്ടി വീണല്ലേ? ഞാൻ അയാളെ പക്ഷത്താ. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ ചിലത് പറയാം. അങ്ങനെ കുറെ ആളുകളെ എന്നാ അറിയാവുന്നവനെ വിളിക്കും, വാക്കബിയെ വിളിക്കും, ചേലക്കുളുസ്ഥാനെ വിളിക്കും, അബൂ ക്രിസ്താനെ വിളിക്കുമോ? ഒരു ചർച്ചയുണ്ട്, നിങ്ങൾ വരാൻ പറയാം, നമ്മളെ നിയമങ്ങൾ പറയും. മറ്റതങ്ങനെയല്ല. അതിപ്പോ എന്താണെങ്കിൽ അങ്ങനെ ജീൻസ് ഇട്ടിട്ട് നടന്നാൽ ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷന് ഹാലളവും. അപ്പൊ വേറൊരു ഹൈവായി ഇരുന്നിട്ട് പറയാം മുസ്ലിം സ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച് അവൻ പറയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നബി തങ്ങൾ പറഞ്ഞത് മനുഷ്യൻ നന്നാവണം, അവന്റെ ഹൃദയം നന്നാവണം. അങ്ങനെ